ഹലോ. മൻസൂർ മണ്ണാർക്കാടല്ലേ? അതെ. എന്റെ പേര് ചെറിയാൻ എന്നാണ്, കാസർഗോഡാണ് വീട്. ഇത് കിട്ടിയത് നിങ്ങളുടെ ഒരു വീഡിയോയിൽ നിന്നാണ്. അപ്പൊ ആ വീഡിയോയില് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു എല്ലാ മതങ്ങളെ കുറിച്ചും അറിയാൻ ശ്രമിക്കുന്ന ആളാണെന്ന്. അപ്പോ ഞാൻ ഇങ്ങനെ ബൈബിൾ വിഷയങ്ങളെ കുറിച്ച് ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നവരാണ്. അപ്പോ ബൈബിളിനെ കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിക്കാമല്ലോ എന്ന് ഓർത്തായിരുന്നു. ഇപ്പോ തിരക്കിലാണോ? ചെറിയ തിരക്കിലാണ്, പറഞ്ഞോളൂ. ഈ ക്രൈസ്തവ ലോകം എന്ന് പറയുമ്പോ ഈ ബൈബിളിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് ക്രൈസ്തവ ലോകം പഠിപ്പിക്കുന്നത്. അവരുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാല് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കും, മരിച്ച ശേഷം നന്മ ചെയ്യുന്നവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും, തിന്മ ചെയ്തവരുടെ ആത്മാവ് നരകത്തിൽ പോകും. ഈ ഒരു വിശ്വാസമാണ് എല്ലാ ക്രൈസ്തവ വിഭാഗക്കാർക്കും ഉള്ളത്. അത് ക്രൈസ്തവ മാത്രമല്ല, ഇസ്ലാം മതമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ വിശ്വസിക്കുന്നത്. അതെ അതെ. എന്നാൽ ബൈബിൾ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണെന്നാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ മനുഷ്യർക്ക് നിത്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ദൈവം കൊണ്ടുവരും. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ മനുഷ്യരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നരകത്തിൽ ബന്ധിപ്പിക്കുക എന്നതോ ദൈവത്തിന്റെ ഉദ്ദേശമല്ല. അപ്പോ താങ്കൾ പാസ്റ്ററാണ്, എങ്ങനെയാണ് താങ്കൾ ശരിക്കും ആക്ച്വലി താങ്കൾ എന്താണ്? എങ്ങനെ? താങ്കൾ ക്രൈസ്തവ മിഷണറി ലെവലിൽ പ്രവർത്തിക്കുന്ന ആളാണോ? ഈ പാസ്റ്റർമാരുണ്ടല്ലോ, സുവിശേഷം ഞങ്ങൾക്കിടയിൽ പാസ്റ്റർമാരല്ല. എനിക്ക് എന്താ അറിയോ, താങ്കൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ചോദിക്കാണ്. നിങ്ങൾ ഈ ബെന്തിക്കോസ് പോലെ അങ്ങനെയുള്ള ടീമാണോ? അല്ലല്ല, ഞങ്ങൾ യഹോവയുടെ സാക്ഷികൾ എന്നറിയപ്പെടുന്ന. യഹോവ സാക്ഷികൾ. ഓക്കെ. മണ്ണാർക്കാടുണ്ട് ഞങ്ങൾക്കൊരു സഭ. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. യഹോവ സാക്ഷികൾ എന്ന് കേൾക്കുന്നത് തന്നെ നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ഒരു എന്താണ് മാർട്ടിനോ ബോംബ് സ്ഫോടനം. അതെ, ആ സമയത്താണ് യഹോവ സാക്ഷികൾ എന്ന് കേൾക്കുന്നത്. പിന്നെ കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല. അപ്പോ താങ്കൾ പറയുന്നത് ആദമും ഹവ്വയും സ്വർഗരാജ്യത്തു നിന്ന് പുറത്തു വന്നു, ഇനി അവർ ചെയ്ത ആ തെറ്റ് അതിന് പ്രായശ്ചിത്തം ചെയ്ത് പിന്നീട് സ്വർഗത്തിലേക്ക് അങ്ങനെയല്ല. അല്ല. ഭൂമിയിലാണ് സൃഷ്ടിച്ചാക്കിയത്. അപ്പൊ നിങ്ങള് ജൂതമതസ്ഥർ വിശ്വസിക്കുന്ന ആ ഒരു ഇതിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ലല്ല, ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ഒരു പറുദീസ ഉണ്ടാക്കി അവിടെ ആക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി തിരികെ ഭൂമിയിൽ നിറഞ്ഞ് ഇതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജന്തുമേലും സകല ഭൂചര ജന്തുമേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. അപ്പോ ആദാമിന്റെ സന്തതികളെ കൊണ്ട് ഈ ഭൂമി നിറയ്ക്കുക, ഈ ഭൂമി ഒരു പറുദീസയാക്കി മാറ്റുക, അതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. എന്നാൽ ആ ഉദ്ദേശം നടപ്പാകണമെങ്കിൽ ദൈവത്തിന്റെ മാർഗം അനുസരിക്കണമായിരുന്നു. എന്നാൽ അവരെ അനുസരിച്ചില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ ദൈവം ഉദ്ദേശിച്ച ആ കാര്യത്തിന് ചെറിയ തടസ്സം വന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തില്ല, മനുഷ്യരെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. വീണ്ടും അവന്റെ ഉദ്ദേശം പോലെ ഈ ഭൂമി മുഴുവൻ പരദേശിയാക്കുകയും ഇവിടെ മനുഷ്യർ ഒരു കുടുംബത്തിലെ സ്നേഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലം കൊണ്ടുവരും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ യേശുവിനെ ദൈവമായിട്ടാണോ കാണുന്നത് ഈ യഹോവ സാക്ഷികൾ? യേശുവിനെ ദൈവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇല്ല. ഈ മുസ്ലിം മതവിഭാഗം യേശു അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഈസ പരിശുദ്ധ മറിയമ്മിന്റെ മകൻ, മഹാനായ പ്രവാചകനാണ് ഈസ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ദൈവം ഭൂമിയിലേക്ക് അയച്ച ഒരാളാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവം പല ആളുകളെയും പ്രബോധനത്തിന്റെ ഭാഗമായിക്കൊണ്ട്
ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനിയായ മഹാനായ പ്രവാചകനാണ് യേശു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ താങ്കളുടെ ആർഗ്യുമെന്റിൽ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? യേശു ഒരു സഹായ പ്രവാചകൻ തന്നെയായിരുന്നു. യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ആദാമിന് തുല്യനായ ഒരു വ്യക്തിയായിരുന്നു അവൻ. ഒരു മനുഷ്യ പിതാവില്ലാതെ തീർച്ചയായിട്ടും ആദാമിന് തുല്യൻ എന്ന് അല്ല, മറ്റൊരു തരത്തില് ജനനത്തിൽ പ്രത്യേകതയുണ്ട്. അത് മാത്രമല്ല ജനനത്തോടെ തന്നെ പ്രവാചകൻ എന്നുള്ളൊരു ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദമിന്റെ സൃഷ്ടിപ്പാണ്, എന്നാൽ യേശുവിൻ്റെത് ജനനം തന്നെയാണ്, പിതാവില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രവാചകനും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത പല അമാനുഷികതയും പ്രവർത്തിച്ചിട്ടുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുക, വർഷങ്ങൾ മുൻപ് മരിച്ചവരെ പോലും ലൈവാക്കി കൊണ്ടുവരിക, അതുപോലെ തന്നെ വെള്ളപ്പാണ്ട്, കുഷ്ഠം പോലെയുള്ള രോഗങ്ങൾ മാറ്റുക, കാഴ്ചയില്ലാത്തവന് കാഴ്ച നൽകുക പോലെയുള്ളത് ചെയ്തിട്ടുള്ള ഒരാളായിട്ടാണ് ക്രൈസ്തവ വിഭാഗം പറയുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ അവിടെ ഇസ്ലാം പറയുന്നത് ഇതിനില്ല എന്നുള്ള ഒരു അറബ് വാക്കുണ്ട്. അള്ളാഹുവിന്റെ അവർ പറയുന്ന യാഹുവെ അല്ലെങ്കിൽ യഹോവ എന്നുള്ളതിന്റെ അറബി പദമാണ് അള്ളാഹു എന്നുള്ളത്. ആ അള്ളാഹുവിന്റെ അനുമതിയോടെ അള്ളാഹുവിന്റെ കഴിവിനാൽ യേശു ഇതെല്ലാം പ്രവർത്തിച്ചു ഈ ഭൂലോകത്ത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ശരിക്കും മുസ്ലിം മതവിശ്വാസികൾ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ചെറിയ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ട്. അത് കാലങ്ങളുടെയും പൗരോഹിത്യത്തിന്റെ കൈകടത്തലുകളുടെയും ഭാഗമാണ് എന്നാണ് എന്റെ പഠനം മനസ്സിലാക്കി തരുന്നത്. ഇനി താങ്കൾക്ക് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. അതായത് യേശു രാജാവായി വീണ്ടും വരും ഈ ഭൂമിയെ ഭരിക്കാൻ വേണ്ടി. അപ്പൊ ആ ഭരണത്തിലൂടെയാണ് ഈ ഭൂമി ഒരു പ്രതീക്ഷയായി മാറുന്നത്. അതെ. അപ്പോ യേശു വീണ്ടും വരും. കാലം അടുത്തിരിക്കുന്നു എന്നാണ് തെളിവുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതെ. യേശു വീണ്ടും വരുമ്പോ യേശു പറയുന്നത് എന്തായിരിക്കും നിങ്ങളുടെ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇതില് പറയുന്നത് എന്ന് പറഞ്ഞാല്? അതായത് ഞാൻ എന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, ഞാൻ വലിയൊരു പഠിപ്പിച്ചു എന്ന് ധരിക്കരുത്, ചെറുതായിട്ടുള്ള അതിൽ നിന്ന് മനസ്സിലാവുന്നത്, യേശു എന്ന പ്രവാചകൻ ഇസ്രായേലിലേക്ക് വരുന്നത് പൗരോഹിത്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രബോധന മേഖലയുമായിട്ടാണ് വരുന്നത്. അദ്ദേഹം പറയുന്നത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇനി യേശു വരുമ്പോ ഇന്ന് യേശുവിനെ ആരാധിക്കുകയും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനതയാണ് ഇന്ന് ലോകത്തുള്ളത്. അപ്പൊ അത് ഇനി യേശു വരുമ്പോ എന്നെയല്ല, എന്റെ ദൈവമായ കർത്താവിനെ, അത് യാഹുവേ ആവട്ടെ യഹോവേ ആവട്ടെ, അതിന് മറ്റു ഭാഷയിലേക്ക് വരുമ്പോ സാക്ഷാൽ ദൈവം, ദ ഗോഡ്, ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനാണോ പറയുക? അതെ അതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാനാ പറയുക. കാരണം യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലോ. ശരി. ഇനി എന്റെ പല ആളുകളോടും ചോദിച്ചൊരു ചോദ്യമാണ്, സംശയം തീർക്കാൻ വേണ്ടിയാണ്. യേശുവിന് ശിഷ്യന്മാരായിട്ട് 12 പേരല്ലേ ഉണ്ടായിരുന്നത്? അതെ. ഈ 12 പേരിൽ ഒരാളായിരുന്നു യൂദാസ്. ഈ യൂദാസാണ് യേശുവിനെ തുച്ഛമായ 30 വെള്ളിക്കാശിന് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു എമൗണ്ടിന് ഒറ്റിക്കൊടുക്കുന്നത് പിലാത്തോസിന്റെ പട്ടാളത്തിനൊക്കെ അല്ലേ, റോമൻ പട്ടാളത്തിനും പിലാത്തോസിന്റെ കിങ്കരന്മാർക്കും ഒക്കെ. അതെ. അതിനുശേഷം ഈ യൂദാസിന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നാണ് ബൈബിൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തൂങ്ങിച്ചത്തു. പക്ഷെ അതിന്റെ വ്യക്തമായ ഒരു ഇതൊന്നുമില്ലല്ലോ. ഇല്ല, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഞാനൊരു ഫാദറിനോട് ചോദിച്ചപ്പോ അദ്ദേഹം ഒരു കൊക്കയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് അന്ന് കേട്ടത്. അത് കുറെ വർഷങ്ങൾ മുമ്പാണ്. അങ്ങനെയല്ല. അതായത് യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു. അപ്പൊ മരക്കൊമ്പ് ഒടിഞ്ഞ് അവൻ താഴേക്ക് വീണു. അങ്ങനെ സംഭവിച്ചു എന്നാണ്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഇപ്പോ ഞാൻ ഫോളോ ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നത്, ഞാൻ പഠിച്ചതും ഇസ്ലാമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ദൈവം 4 കിതാബുകൾ, 4 ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീല്, അതിനു മുമ്പ് സബൂർ, ഖുർആന്. ഇതില് തൗറാത്ത് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പെട്ട ഒരു ബുക്കാണ് തോറ. ഈ തോറ ദൈവം പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അല്ലേ? അതൊരു ചരിത്ര പുസ്തകമാണ്. ചരിത്രം, അതിൽ ദൈവം പറഞ്ഞ ആശയങ്ങളുണ്ട്. തോറയിൽ ദൈവം പറഞ്ഞതല്ലാതെ സുവിശേഷങ്ങളായിട്ടൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല.
ഓൾഡ് ടെസ്റ്റ്മെന്റ് 5 പുസ്തകങ്ങളല്ലേ? ആ ആ തോറ 5 പുസ്തകങ്ങൾ. തോറ അല്ല, തോറ അടക്കമുള്ള 5 പുസ്തകങ്ങളായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പഴയ നിയമം ഏതൊക്കെ പുസ്തകങ്ങളാണ് പഴയ നിയമം അടങ്ങിയിട്ടുള്ളത്? പഴയ നിയമം 39 പുസ്തകങ്ങളുണ്ട്. 39 ഉണ്ട്. ആദ്യത്തെ 5 പുസ്തകമാണ് തോറ എന്നറിയപ്പെടുന്നത്. ആ ഓക്കെ. ഈ തോറയിലെ പിന്നീട് വരുന്ന പുതിയ നിയമം ഉണ്ടല്ലോ, സുവിശേഷങ്ങൾ അടങ്ങുന്ന, സുവിശേഷങ്ങളിലുള്ളത് യേശു പറഞ്ഞ കാര്യങ്ങളാണല്ലോ കൂടുതലുള്ളത്. സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ. എന്നാൽ തോറയിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. യേശുവിന്റെ വരവിനെ കുറിച്ചും മറ്റു പ്രവാചകന്മാരുടെ വരവിനെ കുറിച്ചും ദൈവത്തിന്റെ വചനങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് തോറയിൽ കണ്ടിട്ടുള്ളത്. അതല്ലാതെ എന്തെങ്കിലും ഇപ്പൊ ചരിത്രപരം എന്ന് പറഞ്ഞു, ഹിസ്റ്റോറിക്കലായിട്ട് പറയുന്നതും അത് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളല്ലേ. ഇപ്പോ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോ അബ്രഹാമിന്റെ കാലത്തല്ല തോറ അവതീർണമാവുന്നത്. അല്ല അബ്രഹാമിക് താങ്കൾ പറയൂ. അബ്രഹാമിന്റെ കാലശേഷമാണ്. അബ്രഹാമിന്റെ കാലശേഷം എന്ന് പറഞ്ഞാലും പോരാ, ഇസ്രായേലിന്റെ യാക്കോബിന്റെയും കാലശേഷം പിന്നെയും പ്രവാചക പരമ്പരകൾ കുറെ കഴിഞ്ഞാണ് മോശസ് വരുന്നത്. മോശയുടെ കാലത്താണ് തോറ അവതീർണമാകുന്നത്. അത് ദൈവത്തിൽ നിന്ന് മോശയിലേക്ക് ലഭിച്ച വേദവാക്യങ്ങളാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അതായത് ഇസ്രായേൽ ജനതയുടെ ചരിത്രമാണ് മോശ എഴുതിയിരിക്കുന്നത്. അതിൽ ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ദൈവത്തിൽ നിന്ന് അവതീർണമായ വാക്കുകൾ എന്നുള്ളതാണ് തോറ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൽ ആരോട് പറയുന്നു, ഒരു ചരിത്രകാരന്റെ രചനയായിട്ടല്ല അത് മനസ്സിലാക്കാൻ കഴിയുക. തോറയിൽ നിന്ന് ഏതെങ്കിലും ഒരു വചനം നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വചനം ഒന്ന് പറയാവോ? അതില് 10 കൽപ്പനയുണ്ട്. 10 കൽപ്പന. ഒരു മിനിറ്റ്. 10 കൽപ്പന സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 10 കൽപ്പനകളും ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുന്നുണ്ടോ പൂർണ്ണമായിട്ട്? അവര് 2ാമത്തെ കൽപ്പന നീക്കം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. വിഗ്രഹാരാധന നിഷിദ്ധമെന്ന 10 കൽപ്പനയിലെ ഒന്ന് ആ കൽപ്പന അവർ അംഗീകരിക്കുന്നില്ല. അവർ വിഗ്രഹത്തിന് തുല്യമായ മറിയമിന്റെയോ അല്ലെങ്കിൽ യേശുവിന്റെയോ ഒക്കെ ആ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശു പ്രാർത്ഥിച്ച ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ യേശുവിനോടും യേശുവിന്റെ മാതാവിനോടടക്കം പ്രാർത്ഥിക്കുന്നത് ബൈബിളിനെതിരല്ലേ? അതെ. അപ്പോ ഞാൻ താങ്കളോട് ചോദിക്കാൻ ഈ തോറയെ കുറിച്ച് ചോദിച്ചു വന്നത് എന്താണെന്നറിയോ? ഈ സബൂർ, തൗറാത്ത്, ഇഞ്ചീല്, ഖുർആന് എന്ന് അറബ് വാക്കുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സബൂറിന് എന്താണ് മറ്റു ഭാഷയിൽ പറയാ എന്ന് എനിക്കറിയില്ല. ഇബ്രാഹിം നബിക്ക് മുൻപ് അവതീർണമായ ഒരു ഗ്രന്ഥം. അതിനുശേഷം തൗറാത്ത് എന്ന് പറയുന്ന തോറ. ഇഞ്ചീല് എന്ന് പറയുന്നതും ദൈവത്തിൽ നിന്ന് അവതീർണമായതാണ്. യേശുവിൽ നിന്ന് ദൈവത്തിന്റെ വചനങ്ങളായിട്ട് വരുന്ന ഏത് ഗ്രന്ഥമാണുള്ളത് ബൈബിളില്? ആദ്യത്തെ 4 സുവിശേഷങ്ങൾ. അത് യേശുവിന്റെ ജീവചരിത്രമാണ്. സുവിശേഷങ്ങളിൽ ഒരു കാര്യമുണ്ട്. നമ്മള് തുടക്കം ഇട്ടത് യേശുവിന്റെ സഖാക്കൾ മീൻസ് അപ്പോസ്തലന്മാര്. അതിൽ യൂദാസിന് ശേഷം പിന്നീട് വെളിപാട് ലഭിച്ചു വരുന്ന ആ അപ്പോസ്തലന്റെ പേരെന്താ? അതായത് 12 അപ്പോസ്തലന്മാരല്ലേ മൊത്തം, അതോ 13? 12. യൂദാസ് അവിടെ നിന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ആത്മഹത്യ ചെയ്തു, ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊന്നാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ പറയാം. ഈ യൂദാസിന് പകരം പിന്നീട് വീണ്ടും യേശുവിന്റെ കുരിശാരോഹണത്തിന് ശേഷവും 12 അപ്പോസ്തലന്മാരുണ്ടല്ലോ. ആദ്യം യേശുവിനെ എതിർക്കുകയും പിന്നീട് യേശുവിന്റെ ആകാശാരോഹണത്തിനോ അല്ലെങ്കിൽ ഇവിടെ നിന്നും യേശു പോയതിനു ശേഷം എനിക്ക് വെളിപാടുണ്ടായി എന്ന് പറയുന്ന ഒരു അപ്പോസ്തലൻ ഉണ്ടല്ലോ. തോമസ് ആണോ അതോ? ഏറ്റവും കൂടുതൽ സുവിശേഷങ്ങൾ ആരുടെയാണ്? അല്ല, 4 സുവിശേഷങ്ങൾ. അത് 4 പേരായിരിക്കും. 4 പേരൊന്ന് പറയോ?
മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതില് ആരാണ് യേശുവിന്റെ ജീവിതകാലത്ത് ഒപ്പമില്ലാത്ത ആള്? അത് ലൂക്കോസ്. ലൂക്കോസിന് എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം യേശുവിന്റെ ജീവിതകാലത്ത് ഒപ്പമില്ല. അതിനുശേഷം യേശുവിന്റെ ആകാശാരോഹണം എന്നുള്ളത് ഇസ്ലാം മത വിശ്വാസമാണ്. കുരിശിൽ ഏറ്റപ്പെട്ടതിന് ശേഷം പിന്നീട് വെളിപാട് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ സുവിശേഷങ്ങൾ പറയുന്നത്. യേശു പറഞ്ഞു എന്നുള്ളതാണ് സുവിശേഷങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, ദൈവം മഹാനായ പ്രവാചകൻ ഈസയോട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മിശിഹയോട് പറഞ്ഞ കാര്യങ്ങൾ ബൈബിളിലുണ്ടോ? ദൈവം യേശുവിനോട് പറഞ്ഞ കാര്യം ഉണ്ട്. എന്താണല്ലേ? അത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്കിന് ചെവി കൊടുക്കുക എന്ന് 2 സ്ഥലത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തെ കുറിച്ച് ഒന്ന് അറിയാം. എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ബർണബാസ് എന്ന് പറയുന്ന ആള് അപ്പോസ്തലന്മാരിൽപ്പെട്ട ആളാണോ? അതെ. ഈ ബർണബാസിന്റെ ബൈബിൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. ഈ ബർണബാസിന്റെ ബൈബിൾ ഇന്നും യേശുവിന്റെ ഭാഷയായ യേശു അന്ന് സംസാരിച്ചിരുന്ന സംസാര ഭാഷയിൽ മാത്രമുള്ള ആ ബർണബാസിന്റെ ബൈബിൾ ഇപ്പോൾ കാലം ചെയ്ത ഒരു പോപ്പ് ഉണ്ടല്ലോ, മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ മുമ്പ് സ്ഥാനത്തിൽ നിന്ന് മാറിയ അതായത് പോപ്പ് സ്ഥാനം മാറി പിന്നീട് വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു മാർപ്പാപ്പ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം വായിക്കാനിടയായി. അതിനുശേഷം ആദ്യമായിട്ടാണ് ചരിത്രത്തിലൊരു മാർപ്പാപ്പ സ്ഥാനത്തിൽ നിന്ന് മാറുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ബർണബാസിന്റെ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഈ ബർണബാസിന്റെ ബൈബിളില് മഹാനായ പ്രവാചകനാണ് ഈശോ മിശിഹ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, അതേക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്നിങ്ങനെ കേട്ടിട്ടേ. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇസ്രായേലി ജനതയിലാണ് മഹാനായ പ്രവാചകൻ അല്ലെങ്കിൽ നിങ്ങൾ ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പവിത്രമായി കാണുന്ന ഈശോ ജനിക്കുന്നത്. അന്ന് അവര് യഹൂദമത വിഭാഗമാണ് അല്ലേ? അതെ. അത് അബ്രഹാമിക് മതത്തിൽ ഒന്നാണ് ഈ യഹൂദമതം. അതിനു മുമ്പൊരു മതത്തെക്കുറിച്ചും ചരിത്രത്തിലില്ല. അതിൽ ആണ് ഈശോ ജനിക്കുന്നതും യേശുവിന്റെ ജനത ക്രിസ്ത്യാനിറ്റി എന്ന ആ ഒരു വിഭാഗം ഉണ്ടാവുന്നതും. ഓക്കെ, ഈ യഹൂദമതത്തിന്റെ തുടർച്ചയാണ്. പക്ഷേ യഹൂദമതത്തിന്റെ തുടർച്ച എന്ന് പറയുമ്പോൾ യഹൂദമത വിശ്വാസികൾ ആരും തന്നെ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. പരിശുദ്ധ കന്യാമറിയത്തെ പതിവ്രതയാണ് എന്ന് വിശ്വസിക്കുന്നുമില്ല. അത് അവിടുത്തെ മതനേതാക്കന്മാരാണ് അംഗീകരിക്കാതിരുന്നത്. മതനേതാക്കന്മാർ എന്നല്ല, അവരുടെ മതവിശ്വാസ പ്രകാരം പരിശുദ്ധ കന്യാമറിയമിനെ മുസ്ലിം വിഭാഗവും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ ആരൊക്കെയാണ് എത്രത്തോളം എന്ന് എനിക്ക് കൂടുതൽ അറിയില്ല. എങ്കിലും അവർ കന്യാമറിയത്തെ പരിശുദ്ധയായിട്ടാണ് കാണുന്നത്, വാഴ്ത്തുന്നത് അല്ലേ? എന്നാൽ ജൂതമത വിഭാഗം അവരെ കന്യക എന്നുള്ള ആ ഒരു അതിലല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടൊക്കെ അഭിസംബോധന ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം ഈ തുടർച്ച എന്നത് ഓക്കെ, അത് ഈ യേശുവിന്റെ ആ ഒരു നിലപാടും യേശു പ്രബോധനം ചെയ്തത് എന്താണോ അതുമാണെങ്കിൽ മോശ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യേശു പറഞ്ഞിട്ടുള്ളത്. യേശു പറഞ്ഞതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് പ്രൊഫറ്റ് മുഹമ്മദ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? യേശു പറഞ്ഞതിന് ഭിന്നമായിട്ടോ? അതെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ 10 കൽപ്പനകൾ ഖുർആനിൽ നിന്ന് വചനങ്ങളായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 10 കൽപ്പനകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകൾ ഇന്ന്
മഹാനായ പ്രവാചകൻ യേശു പഠിപ്പിച്ച ആ 10 കൽപ്പനകളിൽ പലതും അവർക്കിന്ന് സ്വീകരിക്കാൻ കഴിയില്ല. അവരാ വിഗ്രഹാരാധന മാത്രമേ തള്ളിക്കളയുന്നുള്ളൂ. വിഗ്രഹാരാധന മാത്രമാണോ? ഒന്നാമത്തെ കൽപ്പന എന്താ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. നമ്മൾ ഒരു അഭൗതികമായ നിലയ്ക്ക് നമ്മൾ ഒരു ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ശക്തിയോട്, കാര്യകാരണ ബന്ധം എന്ന് പറയും. എനിക്ക് നാം ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിലൂടെയാണ്. ഈശോ ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ പോലും ഈശോയോട് നമുക്ക് സംസാരിക്കുവാനോ യേശു അത് കേട്ടുവെങ്കിൽ തന്നെ അതിന് ഉത്തരം ചെയ്യാൻ കഴിയുമെന്നോ വ്യക്തമായ ഒരു ധാരണയുമില്ലാതെ യേശുവേ രക്ഷിക്കണേ, മറിയമേ രക്ഷിക്കണേ എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ കൽപ്പനയ്ക്ക് വിരുദ്ധമല്ലേ? അതെ. അവര് പിന്നെ വിഗ്രഹാരാധന മാത്രമല്ല, അവർ ഒന്നാമത്തെ കൽപ്പന തന്നെ തെറ്റിച്ചു എന്നുള്ളതല്ല. ഞാൻ ഒരു വിമർശനമായിട്ടല്ല പറയുന്നത്, പഠനത്തിന്റെ ഭാഗമായിട്ട് പറയാണ്. അത് ഒന്നാമത്തെ കൽപ്പന. അങ്ങനെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കുറെ പന്നിമാംസം യഹൂദ വിഭാഗവും ഇസ്ലാം മതവിശ്വാസികൾക്കും അവരുടെ പ്രവാചകന്മാർ ദൈവകൽപ്പന കൊണ്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ക്രൈസ്തവർക്കോ? ഇല്ല, ക്രൈസ്തവർക്ക് അതില്ല. അതുപോലെ മദ്യം പലിശ ഇതും യഹൂദ മതവിഭാഗത്തിനും ഇസ്ലാം മതവിഭാഗത്തിനും നിഷിദ്ധമായിട്ടുണ്ട്. മദ്യം പാടില്ല, പലിശ പാടില്ല. വളരെ നേരിയ എന്തോ ഒരു വൈനിന്റെ ഒരു സംഭവം എന്തോ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും മദ്യം, ലഹരി അടിസ്ഥാനമാക്കി മദ്യം കഴിക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ ഇസ്ലാം വിശ്വാസികൾക്ക് എല്ലാ അർത്ഥത്തിലും നിഷിദ്ധമാണ്. അതുപോലെ തന്നെയാണ് യഹൂദ മതവിഭാഗത്തിനും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പുതിയ നിയമത്തിലും അത് തന്നെയാ പറയുന്നത്, മദ്യപാനി സ്വർഗരാജ്യ അവകാശം ഇല്ലെന്നാ. സ്വർഗരാജ്യത്ത് പ്രവേശിക്കില്ല. ഇല്ല. അപ്പോ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഞാൻ ഇത്രയും ചോദിച്ചു, അതിൽ ചില ചോദ്യങ്ങൾ, ചില കാര്യങ്ങള്, ഇപ്പൊ ഇതില് ഈ നിങ്ങൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണോ? അല്ല. മറിയമിനെയോ? ഇല്ല. അപ്പോ കുരിശ് നിങ്ങളുടെ രൂപമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കുരിശ് അതുപോലെ ത്രിത്വത്തിൽ ഏകത്വം എന്നുള്ള സംവിധാനം ഏത് വർഷത്തിലാ, ഏത് നൂറ്റാണ്ടിലാ വന്നേ എന്ന് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അത് 3-ാം നൂറ്റാണ്ടിലാണ്. 300 കൊല്ലങ്ങൾക്ക് ശേഷം, 3-ാം നൂറ്റാണ്ടിൽ 325 കൊല്ലത്തോളം കഴിഞ്ഞ് 300 കൊല്ലത്തോളം ആ ഒരു ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമായിരിക്കാം, ഒരു വലിയ കോൺഫറൻസ് യമനിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതായത് ശൂനഹദോസ. ആ കോൺഫറൻസിൽ വെച്ചുകൊണ്ടാണ് ത്രിത്വത്തിൽ ഏകത്വം എന്നുള്ളതും ഈ കുരിശ് രൂപമായിട്ട് ലഭിക്കുന്നതുമൊക്കെ. ഇത് അവിടെ ആരാണ് ആ ഒരു കോൺഫറൻസ് ക്രിയേറ്റ് ചെയ്തത്? ഒരു ചക്രവർത്തിയാണ്. ആ ചക്രവർത്തിയുടെ ആ ചക്രവർത്തിയുടെ വിശ്വാസം 100% ചക്രവർത്തിയുടെ വിശ്വാസം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? സൂര്യാരാധന. എങ്ങനാ? സൂര്യനെ ആരാധിക്കുന്നവരായിരുന്നു അവർ. സൂര്യനെ ആരാധിക്കുന്നവർ. അപ്പൊ അതിലൊരു വൈരുദ്ധ്യം ഉണ്ടോ? എനിക്ക് തോന്നിയതാണ്, ഞാൻ ഉണ്ട് എന്ന് പറയല്ല. നിങ്ങളുടെ ഒരു ക്രിസ്തു വിശ്വാസം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ക്രിസ്തു വിശ്വാസം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ യഹോവ സാക്ഷികൾ എന്നുള്ളത് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. മണ്ണാർക്കാട് സഭയുണ്ട് എന്നല്ലേ പറഞ്ഞ്? അവരുടെ ആരുടെയെങ്കിലും കോണ്ടാക്ട് നമ്പർ നൽകുകയാണെങ്കിൽ ബന്ധപ്പെടാം, ഇത്രേ ഉള്ളൂ. താരതമ്യ പഠനം നടത്താൻ അതിന് മാത്രമുള്ള അറിവോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമോ എനിക്കില്ല. കൂടുതൽ പഠനം നടത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. ഞങ്ങൾക്കിങ്ങനെ ഈ ഫോണിൽ കൂടെ ആളുകളുമായിട്ട് ഇതുപോലെ ചർച്ച ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ ഈ സംസാരിച്ച പോലെ. അതെ. ഇത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ എനിക്കിത് 100% ഇതിൽ ഒരു എഡിറ്റും വരുത്താതെ എനിക്കിത് എന്റെ പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഇതില് എന്താണ് സത്യം, ഏതാണ് സത്യക്കേട്, നമ്മൾ ഒന്നിനെയും കുറിച്ച് തർക്കിച്ചിട്ടില്ലല്ലോ. ഇല്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? അത് എങ്ങനെ വീഡിയോ പബ്ലിഷ് ചെയ്യാനാ യൂട്യൂബില്?
വേണ്ടെങ്കിൽ വേണ്ട. കൺസെന്റ് ഇല്ലെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ്. നമുക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിലേക്ക് ആ ഒരു ഇത് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം, അത്രേ ഉള്ളൂ. അല്ല, അത് പറയുമ്പോൾ പിന്നെ അതൊരു വലിയ പ്രശ്നമായി മാറിയല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ രണ്ട് സ്വതന്ത്ര വ്യക്തികളാണ്. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നില്ല. നമ്മൾ നമ്മളുടെ വിശ്വാസം കൂടുതൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പഠനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. താങ്കളെയും അതുപോലെ കരുതുന്നു. താങ്കൾ ഒരു വിശ്വാസം 100% പെർഫെക്റ്റ് ആണ് എന്ന് കരുതിക്കൊണ്ട് അതിൽ അടിയുറച്ച് അത് പ്രബോധനം ചെയ്യുന്ന ഒരു ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് ഇന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായ റൈറ്റ് ടു ടോക്ക്, നമുക്കിവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുവാനും ആരെയും ഇവിടെ മോശമായി പറഞ്ഞിട്ടില്ല. ഇല്ല. അത്രേ ഉള്ളൂ. അത് പോട്ടെ. അതല്ല, നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ ഒരു ഇതെന്താണ്, അതൊന്ന് പറഞ്ഞുതരൂ. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോ യഹോവ സാക്ഷികൾ എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഉള്ളത്? ക്രിസ്ത്യാനികളാണ്. പക്ഷേ റോമൻ കത്തോലിക്ക, അതുപോലെ യാക്കോബായ, ഓർത്തഡോക്സ് പോലെയുള്ള ആ ഒരു സംവിധാനമല്ല നിങ്ങൾക്കുള്ളത്. അല്ല. നിങ്ങൾക്ക് പള്ളികളുണ്ടോ? ചർച്ചില്ല. ഞങ്ങൾ കൂടി വരുന്ന സ്ഥലത്തിന് രാജ്യ ഹാൾ എന്നാ പറയുക. അവിടെ എന്താ ഉണ്ടാവുക? അവിടെ ഞങ്ങൾ ബൈബിൾ ക്ലാസ്സുകളാണ്. ഇതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പൊ ഇത് നിങ്ങൾ എന്നോട് പറയുന്നു, ഞാൻ മാത്രം കേൾക്കുന്നു. നിങ്ങളുടെ ആ ഒരു വിഷയങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കുകയാണ്. സത്യം അന്വേഷിക്കുന്നവർ സത്യം മനസ്സിലാക്കട്ടെ. അവിടെ സാധാരണ ഞാൻ ചർച്ചിൽ പോയിട്ടുണ്ട്. ആ ചർച്ചിൽ കണ്ടിട്ടുള്ളത് ആൾത്താരെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഒരു അച്ഛനും അതിനൊപ്പമുള്ള ആളും ഒക്കെ ഉണ്ടാവും. എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല. അവിടെ യേശുവിന്റെ കുരിശാരോഹണം സംഭവിച്ചത് ആ ഒരു പ്രതീകമൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു ചെറിയ ഹാള്, ഒരു 10 ഇരിക്കാവുന്ന ഒരു ഹാള്. അപ്പൊ അതില് ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾക്ക് അവിടെ ക്ലാസ്സുകളുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇന്ന ദിവസമൊന്നുണ്ടോ? അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്നത്. ഞങ്ങൾക്കിവിടെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും. വെള്ളിയും ഞായറും. ചില സ്ഥലത്തത് വ്യാഴവും ഞായറും ആയിരിക്കും. ഞായർ നിങ്ങൾക്ക് കോമൺ ആണ് അപ്പോ? അത് ഞായറാഴ്ചക്ക് പ്രത്യേകത ഉണ്ടായിട്ടല്ല, പൊതുവെ അവധി ദിവസമാണല്ലോ, അതുകൊണ്ട് മാത്രം അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ ബൈബിൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു, കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു. അതെ. ഓക്കെ. ഈ യഹോവ സാക്ഷികൾ എന്ന് കേൾക്കാനുണ്ടായ ഒരു സാഹചര്യം നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കളമശ്ശേരിയിലോ മറ്റോ അല്ലേ ഒരു ഇതുണ്ടായത്? അത് എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹത്തിന്റെ പേരെന്തോ മാർട്ടിൻ എന്നെന്തോ അല്ലേ? മാർട്ടിൻ. അദ്ദേഹം അതങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ വിശ്വാസപ്രകാരം അത് എന്താ സംഭവം എന്നുള്ളത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല, വിശദാംശങ്ങളൊന്നും അറിയില്ല. അദ്ദേഹത്തിന് സാക്ഷികളോട് എതിർപ്പുണ്ടായിരുന്നു. യഹോവ സാക്ഷികളോടുള്ള എതിർപ്പാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്? അതെ. ഞാൻ ഇത്രയും നേരം കരുതിയിട്ടുള്ളത് അദ്ദേഹം യഹോവ സാക്ഷിയുടെ പ്രതിനിധിയായിരുന്നു എന്നാണ്. അല്ല. അദ്ദേഹത്തിന് യഹോവ സാക്ഷികളോട് ബന്ധമുണ്ടായിരുന്നു, ഇതിൽ പ്രവർത്തിച്ചിരുന്നു ആദ്യം, അല്ലേ? ഇല്ല. ഓക്കെ. എന്തോട്ടെ, അത്തരത്തിലുള്ളത് ഏത് മതവിശ്വാസികളാണെങ്കിലും നിരപരാധികളുടെ ജീവൻ വില പറയുകയും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും അത് നമുക്ക് ഒരുമിച്ച് അപലപിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു മനുഷ്യ സ്നേഹിയാണെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ അതിനെ അപലപിക്കുക എന്നുള്ളതാണ്. ഞാനും അപലപിക്കുന്നു. ഓക്കെ, അത് നമുക്ക് വിടാം. നിങ്ങളുടെ വിശ്വാസപ്രകാരം യേശുവിന്റെ തിരിച്ചുവരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു, ശരിയല്ലേ? അതെ. ഓക്കെ. അപ്പോ യേശു കുരിശിൽ തറയ്ക്കപ്പെടുകയും അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് ഇപ്പോ ആകാശത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം? അതെ. ഞാൻ വിശ്വസിക്കുന്നത് യേശുവിനെ ചതിച്ച വഞ്ചകനായ യൂദാസ് ഉണ്ടല്ലോ, യൂദാസിന് അതിന് അറബിയിൽ സർജാസ് എന്നോ മറ്റോ ആണ് പേരുമാറ്റമുണ്ട്. ആ മനുഷ്യൻ യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോ ദൈവം യേശുവിനെ ആകാശത്തേക്ക് ഉയർത്തുകയും ഈ മനുഷ്യന് യേശുവിന്റെ രൂപം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എവിടെ യൂദാസിന് എന്ത് സംഭവിച്ചു? അതിന് ഹിസ്റ്റോറിക്കലായിട്ട് എന്ത് എവിഡൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും?
ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നുമല്ല, ബൈബിൾ പരാമർശിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബൈബിളില് അത് കറക്റ്റ് ആയിട്ട് അദ്ദേഹം തൂങ്ങിച്ചത്തു എന്ന് തന്നെയാണോ? കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് അത് സുവിശേഷത്തിലാണോ? ചത്തു എന്ന് പറയുന്നത് സുവിശേഷത്തിലാണോ? സുവിശേഷത്തിലല്ലേ വരുള്ളൂ, അതാണല്ലോ അതിന് ശേഷം വരുന്ന കാര്യങ്ങളുള്ളത്. സുവിശേഷത്തിലുണ്ടോന്ന് അറിയത്തില്ല, അപ്പസ്തോല പ്രവർത്തികളിലാണ്. അപ്പോസ്തല പ്രവർത്തികൾ. അതില് അപ്പോസ്തല പ്രവർത്തികൾ എത്രയാണത്? നമ്പർ എങ്ങനെയും അത് നമുക്ക് പഠനം നടത്താനാണ്. അത് എങ്ങനെയാ? അധ്യായമാണ്. അധ്യായം 28 അധ്യായം. അല്ല, 28ആണോ 26ആണോ? ഓക്കെ. 28 അധ്യായം. 28-ാം അധ്യായത്തിലാണ് ഈ വിഷയം പറയുന്നത് അല്ലേ? അല്ലല്ല, അത് അപ്പോസ്തല പ്രവർത്തികൾ 28 അധ്യായം. ഇത് ഏത് ഭാഗത്താണ് ഇത് പരാമർശിക്കുന്നത്? പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമാണത്. ഈ യൂദാസിന്റെ മരണത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നതോ? അതെ. ഞാന് ദീർഘനേരം ഇതുമായി ചർച്ച ചെയ്ത് എവിടെ എത്തിയിട്ടില്ല. ചില നിഗമനങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, പഠനം നടത്തി നോക്കാം. ഓക്കെ. ഹലോ. അപ്പോ താരതമ്യ പഠനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും 100% ഇപ്പോ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓരോ വിഭാഗത്തെയും വേറെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പഠനം നടത്തുന്നതും സംസാരിക്കുന്നതും. നിങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങളെ 100% തള്ളാൻ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ എന്റെ മനസ്സിലാക്കലുകൾക്കോ എന്റെ ബോധ്യങ്ങൾക്കോ എന്റെ വിശ്വാസത്തിനോ 100% എതിരാണെങ്കിൽ പോലും അത് തള്ളാനോ അതിനെ എതിർക്കാനോ ഞാൻ നിൽക്കുന്നില്ല. എന്നാൽ എന്റെ വിശ്വാസത്തിൽ ഉള്ള ചില കാര്യങ്ങൾ, ഈ വിശ്വാസം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അതിന് ഘടകവിരുദ്ധമായിട്ട് പറയുന്ന കാര്യങ്ങളെയാണ് സാധാരണഗതിയിൽ ഞാൻ വിമർശിക്കാറുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്റെ ഏതോ ഫോൺ കോള് കേട്ടു, അതിനുശേഷമാണ് താങ്കൾ എന്നെ വിളിച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ ഈ മായാവി കഥകൾക്കെതിരെ, അത് ക്രൈസ്തവരുടെ ഒന്നും ഞാൻ എടുക്കാറില്ല. ക്രൈസ്തവ ഫാദർമാരൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അതിനെ ക്രിറ്റിസം ചെയ്യാറില്ല. കാരണം അതിന്റെ വിശ്വാസത്തിന്റെ 100% ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് അതിന്റെ അപ്പുറം ഇപ്പുറം പറയാറില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം ഇസ്ലാമാണ്. ഇസ്ലാമിൽ ഉള്ള ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ വിമർശിച്ചത് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയ്ക്കും വിരുദ്ധമാണ് എന്ന് വിമർശനം നടത്താറുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ഉള്ളത് കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക എന്നുള്ളതാണ്. ഈ നെയ്യേറിയിട്ട് അപ്പം കേടുവരില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കിത് പഠനം നടത്തി എന്ന് കരുതിയിട്ട് നമ്മൾ ഒന്നിന്റെയും ഭാഗമാവുകയില്ല, ഒന്നിനെയും അന്ധമായിട്ട് എതിർക്കുകയില്ല. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അത് നിങ്ങൾക്ക് നമ്മുടെ ഈ മഹാരാജ്യത്ത് 100% അത് വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യാനും പ്രചരിപ്പിക്കുവാനും എന്നിവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം. അതിനു വേണ്ടിയിട്ട് മറ്റൊരു വിശ്വാസത്തിലാണെങ്കിൽ പോലും നിലകൊള്ളുന്ന ഒരാളാണ്. അപ്പോ താങ്കൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്കളുടെ പേര് ചെറിയാൻ എന്ന് മാത്രമാണോ പറഞ്ഞത്? ചെറിയാൻ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല, ഞാൻ മുഖ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഇതാണ്, ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മനുഷ്യനെ ദൈവം ഈ ഭൂമിയിലാണ് സൃഷ്ടിച്ചത്. എന്നാൽ വീണ്ടും ദൈവം ആദിയിൽ ഉദ്ദേശിച്ചതുപോലെ ഈ ഭൂമി വീണ്ടും ഒരു സർവീസിനാകും. അവിടെ എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു കാലം ഉണ്ടാകും. ഇതാണ് ബൈബിൾ പറയുന്നത്. ഞാനിപ്പോൾ ബൈബിൾ പഠിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള സമയത്ത് അത് നെറ്റിലാണ് പഠിക്കുന്നത്. എനിക്കൊരു ബൈബിൾ ലഭിക്കാൻ എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ കഴിയുക? മണ്ണാർക്കാട് യഹോവയുടെ സാക്ഷികളുണ്ട്, അവരോട് ചോദിച്ചാൽ മതി, അവർ വരും. ഓക്കെ, അവർ ബന്ധപ്പെടാനുള്ള നമ്പർ തരുമോ? അത് നോക്കിയെടുക്കണം. അതെയോ? എന്നിട്ട് ഞാൻ വിളിക്കാം. ശരി. സത്യത്തില് ആരെങ്കിലും കാണുമ്പോൾ മറക്കും. ഇനിയില്ലെങ്കിൽ ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞാലും മതി. മണ്ണാർക്കാട്, പാലക്കാട് ഒക്കെ ആയിട്ട് ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടുമായിരിക്കും. ചോദിച്ചാൽ അവർ ഫ്രീ ആയിട്ട് തരും. ആണോ?
ശരി, അതിന്റെ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടോളാം. കാര്യം നമുക്ക് ഫ്രീ ടൈം ഉള്ളപ്പോ വായിച്ചു നോക്കാനും ഒക്കെ നല്ലതാണ്. നിങ്ങളിപ്പോ ക്രൈസ്തവ വിശ്വാസികളിൽ ഭൂരിപക്ഷവും ബൈബിളിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത്, വിശ്വസിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അതെ അതെ. പിന്നെ 10 കൽപ്പനകളെ കുറിച്ച്, അതുപോലെ തന്നെ സിമിലിയാരിറ്റിയെ കുറിച്ചൊക്കെ താരതമ്യ പഠനത്തിന്റെ ഭാഗമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നറിയില്ല. ഈ യഹൂദ മതവും ഇസ്ലാം മതവും തമ്മിലുള്ള സിമിലിയാരിറ്റിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ അവര് തമ്മിലുള്ള ഭിന്ന വിശ്വാസങ്ങള്, നിലപാടുകള്, അത് ഒരു തർക്കത്തിന് വേണ്ടിയൊന്നുമല്ല. ഇതൊക്കെ ബേസിക് ആയിട്ട് ഒരേ ഒരു ഇതിൽ നിന്നാണ് വരുന്നത്. പിന്നീട് ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ആര്? അതാണ് എന്റെ ചോദ്യം, അതാണ് എന്റെ പഠനവും. അത് ഓരോ വ്യക്തികള് വരുത്തുന്ന മാറ്റങ്ങളാണ്. ആദമും നോഹയും അബ്രഹാമും ഡേവിഡും മോശയും യേശുവും. ഇനി ജൂത വിഭാഗം യേശുവിനെ അംഗീകരിക്കുന്നുണ്ടോ? മോശയുടെയും യേശുവിന്റെയും വിഭാഗം മുഹമ്മദിനെയും അംഗീകരിക്കുന്നില്ല. അങ്ങനെ അത് ആരാണ് ഇതിന്റെ ഇടയിൽ ഇത് മാറ്റം വരുത്തുന്നത്? ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ് ഈ മതങ്ങളൊക്കെ എന്നുള്ളതല്ലേ? അബ്രഹാമിക് മതം തന്നെയല്ലേ ഇതെല്ലാം? അങ്ങനെ പറയുന്നു. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേരുകൾ അവിടുന്നാണ്. നിങ്ങള് നോഹ പ്രവാചകനായിട്ടാണോ കാണുന്നത്, അതോ എങ്ങനെയാണ് നിങ്ങൾ നോഹയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്? നോഹ ജലപ്രളയത്തിന്റെ സമയത്ത് സംഭവണത് അതെ എന്നുള്ളൊരു വിശ്വാസമാണ്. ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. നോഹയെ കുറിച്ച് നോഹ മഹാനായ മനുഷ്യനായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ആയിട്ടാണോ പഠിപ്പിക്കുന്നത്? നോഹ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത ഒരു വ്യക്തി. ഓക്കെ. ലൂത്ത് നബി എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ലൂത്ത്, അത് നിങ്ങൾക്ക് ചിലപ്പോ മക്കളിൽ സന്താനോൽപാദനം നടത്തിയ ഒരു ആളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ആരെയാണ്? ലോത്ത്. ഈ ലൂത്തിനെ മുസ്ലിം മതവിഭാഗം മഹാനായ പ്രവാചകനായിട്ടും ഈ സ്വവർഗരതിക്കെതിരായിക്കൊണ്ടും ലൈംഗിക അരാജകത്വത്തിനെയും അതുപോലെയൊക്കെയുള്ള ഒരു പ്രവാചകനായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ലൂത്തിനെ കുറിച്ച് സുവിശേഷങ്ങളിലാണോ പറയുന്നത് അതോ പഴയ നിയമത്തിലാണോ? ലോത്തിനെ കുറിച്ച് പഴയ നിയമത്തിലാണ് പറയുന്നത്. ഓക്കെ, ശരി. ആദ്യത്തെ പുസ്തകം. ഇത്രയും നേരം സംസാരിച്ചപ്പോ ഇതുപോലെയുള്ള ഇപ്പൊ ഈ സിമിലാരിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇസ്ലാമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്കറിയുന്നത്. അത് സംബന്ധമായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ വരുമ്പോ ഇങ്ങനെ കുറച്ച് വരുന്നുണ്ട്. ഒരു സ്വാലിഹ് നബി എന്ന് പറയുന്ന ഒരു ഒട്ടകത്തിന്റെയൊക്കെ ചരിത്രം പറയുന്ന, മോശയുടെ ചരിത്രത്തിലല്ലാതെ ഒട്ടകത്തിന്റെയൊക്കെ ചരിത്രം പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ടോ പഴയ നിയമത്തില്? ഇല്ല, അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ പറഞ്ഞേ. പലിശക്കെതിരെയാണ്, പലിശയുടെ ഭാഗമായിട്ട് അതിനെതിരായി കൊണ്ടുവന്ന ഒരു പ്രവാചകനുണ്ട്, സ്വാലിഹ് നബി. കുറിച്ച് അറിയില്ല. അത് തന്നെ. അതെ, മോശയുടെ ഭാര്യ പിതാവായിട്ട് വരും. മോശയുടെ ഭാര്യയുടെ പിതാവ് ഇത്രോ. അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് ബൈബിളിൽ പറയുന്നത്? അതായത് അബ്രഹാമിന്റെ ഒരു കെത്തൂറ എന്ന ഉണ്ടായ മക്കളുടെ വംശമാണത്. ഈ അബ്രഹാമിന്റെ ഇത് പറഞ്ഞല്ലോ, അബ്രഹാമിന് സാറ എന്നാണ് അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് അല്ലെ? ഈ അബ്രഹത്തിനും സാറയ്ക്കും യസഹാക്ക് എന്ന ഒരു മകനല്ലേ ഉണ്ടാകുന്നത്?
ആദ്യത്തെ മകൻ ഇസ്മായേല്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അത് അടിമ സ്ത്രീയിലല്ലേ? അടിമ സ്ത്രീയില് ഹാജർ എന്നാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത്, ഇപ്പൊ പറയുന്നത്. ആ ഇസ്മായിൽ എന്നുള്ള ആ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് ബൈബിൾ പറയുന്നല്ലേ? ബൈബിൾ പറയുന്നതാണ്. ഓക്കെ. ആ ഇസ്മായിലിന്റെ പരമ്പര വരുന്നത് ഈ ഖുറൈശി വംശമായിട്ട്, അറബ് വംശമായിട്ടാണ് എന്നുള്ളത് അതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും ഒരു ഭാഗമായിട്ടാണോ? ഇല്ല, അങ്ങനെ ബൈബിൾ പറയുന്നില്ല. ബൈബിളിലേക്ക് അത് എത്താൻ സാധ്യതയില്ല. കാര്യം അത് പഴയ നിയമത്തിൽ വരുന്നതാണ്, അതിനുശേഷം സംഭവിക്കുന്നതാണല്ലോ. ഈ ഇസ്മായേലിന്റെ വംശപരമ്പരകളെ കുറിച്ച് പറയുന്നുണ്ട്. ഉണ്ടോ? അവര് 12 പ്രഭുക്കന്മാരെ അവനിൽ നിന്ന് ഉത്ഭവിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് അതിന്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഇല്ല. ഓക്കെ. ഈ യേശു വരുന്നത് ഇസ്ഹാക്കിന്റെ പരമ്പരയിൽ നിന്ന്. അതെ. അപ്പൊ അബ്രഹാമിന്റെ പരമ്പരയിൽ തന്നെയാണ് ലോകത്ത് ഏറ്റവും വലിയ ജനവിഭാഗങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. അതായത് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും പ്രബലരാണ് ജൂതമത വിഭാഗം, പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ള ക്രൈസ്തവ വിഭാഗം, പിന്നെ ഇസ്ലാം വിഭാഗം. ഇനി ഇതിലൊന്നും പെടാതെ ചെറിയ ചെറിയ മതങ്ങൾ, 900 മതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, നമുക്ക് കണക്കില്ല. ഈ ഹൈന്ദവ വിശ്വാസത്തിന്റെ അതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഹൈന്ദവ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് വ്യക്തമായൊരു വിശ്വാസം ഇല്ല, ഒരു ഏകീകൃതമായ പഠിപ്പിക്കലില്ല അവർക്ക്. അത് മതം എന്നുള്ള അതിനപ്പുറം ഒരു സംസ്കാരമാണ്, ഒരു സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംസ്കാരമാണ്. അതില് അവർക്ക് വേദങ്ങളും മറ്റുള്ള ഉപനിഷത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ ആളുകൾ പഠനം നടത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ജാതീയത, ഈ അവാന്തരമായിട്ടുള്ള, ഇപ്പോ ഈ ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ ഉണ്ട്. അത് ജൂതമതത്തിൽ മാത്രമാണ് തോന്നുന്നു എനിക്കിത് അവാന്തര വിഭാഗങ്ങൾ പെരുകാത്തത്. ക്രിസ്ത്യാനിറ്റിയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ RC, യാക്കോബായ, അങ്ങനെ കുറെ ഉണ്ടല്ലോ, പെന്തിക്കോസ്. ഇപ്പോ നിങ്ങളും എന്താണ് യഹോവ സാക്ഷികൾ. ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ സുന്നി ഷിയ തന്നെ പ്രബലര്, പിന്നെ അതിൽ തന്നെ വേറെയും കുറെ വിഭാഗങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ടേ ഒരു കാര്യം പറയാം, പൗരോഹിത്യമുണ്ടല്ലോ, പൗരോഹിത്യമാണ് ഈ മതങ്ങളെയെല്ലാം ദൈവവിശ്വാസത്തിൽ നിന്നും പ്രവാചക ദാർശനികതയിൽ നിന്നൊക്കെ വ്യതിചലിപ്പിച്ചുകൊണ്ട് അവനവന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഓരോ വിഭാഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയൂ. സമയമുള്ളപ്പോൾ നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും. എന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. ശരി. ഷെറിയാൻ യഹോവ സാക്ഷി അല്ലേ? യഹോവയുടെ സാക്ഷികൾ. അതാണ് യഹോവയുടെ സാക്ഷികൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇത് ഈ കേരളത്തിന് പുറത്ത് ഉണ്ടോ? 240 ദേശങ്ങളിലുണ്ട്. ദേശങ്ങൾ മീൻസ് രാജ്യങ്ങള്? രാജ്യങ്ങൾ. അപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് ഇത് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ഉണ്ട്. അപ്പൊ ആസ്ഥാനം ന്യൂയോർക്കില്. അമേരിക്കയാണോ അതിന്റെ ബേസ്? അതെ. ഓക്കെ. വാൾക്കിൽ. എങ്ങനെ? വാൾക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അവിടെ അപ്പൊ അതിന് വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും ലഭിക്കുന്നത്. ഓക്കെ. നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്ന ബൈബിൾ തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ഞങ്ങൾ എല്ലാ ബൈബിളും ഉപയോഗിക്കും. എല്ലാ ബൈബിളും സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ. 10 കൽപ്പനകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. 10 കൽപ്പനകൾ മാത്രമല്ല, വേറെ നിയമങ്ങളുണ്ട്. അപ്പൊ ഈ യഹോവയുടെ സാക്ഷികൾ ഇത് വിദേശത്തൊക്കെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? യഹോവയുടെ സാക്ഷികൾ എന്ന് തന്നെ. വിറ്റ്നസ് ഓഫ് യഹോവ എന്നാണ്. എന്താണ്?
ജെഹോവാസ് വിറ്റ്നസസ്. ഓക്കെ 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 ഓക്കെ, ശരി, കൂടുതൽ പഠിക്കാൻ നോക്കാം. അല്ല, ഈ നമുക്ക് ഇതുപോലെയുള്ള സംഭാഷണത്തിലൂടെയാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആരോടും സ്ഥായിയായിട്ടൊരു വിരോധമോ എതിർപ്പോ അങ്ങനെയുള്ള ആളല്ല. മനുഷ്യരായിട്ട് കാണുന്നു. ഓരോ മനുഷ്യനും അവന്റെ ഇച്ഛക്കനുസരിച്ച് ഓരോ വിശ്വാസങ്ങൾ, അത് അവന്റെ പഠനത്തിന്റെയും ബോധ്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതിന് ഒരു സ്ഥായിയായിക്കൊണ്ടൊരു വിരോധമോ വെറുപ്പോ ശത്രുതയോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, അത് ആർക്കും ആ ഒരു അർത്ഥത്തിൽ എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് എനിക്കുള്ളത്. ചില ആളുകളുണ്ട്, എന്റെ വിശ്വാസം എനിക്കാണ് ശരി, താങ്കളുടെ വിശ്വാസം ചിലപ്പോ എനിക്ക് താങ്കളുടെ വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശരിയല്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാണ്, അല്ലേ? അതല്ലേ ശരി? അതെ. പിന്നെ കൂടുതൽ ആളുകളും കൂടുതൽ പഠിക്കില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് തന്നെ ശരി എന്നുള്ള, അതിൽ നിന്ന് അപ്പുറത്തോ ഇപ്പുറത്തോ നോക്കാതെ പോകുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസം, അവരുടെ ഇഷ്ടവും ഇച്ഛകളും. അപ്പോ മനുഷ്യനാവുക എന്നുള്ള ആ ഒരു കാര്യമുണ്ട്. അതിനുശേഷം വിശ്വാസം, ഇപ്പോ എൻ്റെ ഉമ്മയും ബാപ്പയും മുസ്ലിം മതവിശ്വാസികളായതുകൊണ്ടാണ് ഞാനൊരു ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ അത് ഫോളോ ചെയ്യുകയും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് മുസ്ലിമായിട്ട് ജീവിക്കുന്നതും. അപ്പോ ഞാൻ വേറെ മാതാപിതാക്കൾക്കാണെങ്കിൽ ആ വിശ്വാസത്തിലായിരിക്കും. അപ്പോൾ മനുഷ്യൻ എന്നുള്ളതാണ്. അതിനുശേഷം ഓരോ ആളുകൾ തിരഞ്ഞെടുക്കുന്ന, അത് അവരുടെ സാഹചര്യം അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നതാണ് വിശ്വാസങ്ങൾ, അതല്ലേ? ഓക്കെ. അപ്പോ എന്റെ ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോ ആളുകൾക്കേ ഞാനൊരു ഭയങ്കര കടുകട്ടി ഇസ്ലാമിസ്റ്റ് ആണ് അങ്ങനെയൊന്നും തോന്നേണ്ട. ഒരു സോഷ്യലിസ്റ്റ് ഉള്ള ഇസ്ലാമിസ്റ്റ് ആണ് ഞാൻ. എല്ലാ ആളുകളെയും വിശ്വാസത്തിലെടുക്കുക, അതായത് മനുഷ്യൻ അതല്ല, അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറുക, ആക്രമിക്കുക, ആ ഒരു ഉദ്ദേശം ഒന്നും എനിക്കില്ല. പഠിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് പഠിപ്പിച്ചു തന്നതിന്റെ വിരുദ്ധമായിട്ട് എന്റെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകള് സ്വാർത്ഥ താല്പര്യങ്ങള്, ആത്മീയ ചൂഷണം നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു ഇതര മതങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. അത് മാനുഷികമായിട്ടുള്ളൊരു ഇതാണ്. അല്ലെങ്കിൽ ഈ ലോകം എന്നേ നശിച്ചു പോയേനെ. ഇപ്പൊ പല ആളുകളുടെയും മനസ്സിന്റെ ഉള്ളിലുള്ളത് അതുപോലെ. ഇത് അവന്റെ വിശ്വാസം. ഈ ഇസ്ലാമില് സാധാരണ പ്രഭാഷകരൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത്. അത് പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിലെ അവസാനത്തെ ഒരു വചനമാണ്. താങ്കൾക്ക് താങ്കളുടെ മതം, എനിക്ക് എന്റെ മതം. ആ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞാൽ മതം ഒരു ശത്രു അല്ല. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഇല്ല. ഇത് വരുത്തുകയാണ് സ്വാർത്ഥ താല്പര്യക്കാര് രാഷ്ട്രീയ ലാഭത്തിന്റെ വേണ്ടിയോ മറ്റു താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് വരുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ തെറ്റായിരിക്കാം. ശരി, മണ്ണാർക്കാടൊക്കെ വരുമ്പോ വിളിക്കാം, നമുക്ക് കാണാലോ. വിളിച്ചതില് ഒരുപാട് സന്തോഷം. പരിചയപ്പെടാനെല്ലാം കഴിഞ്ഞൊരു സന്തോഷം. ഓക്കെ താങ്ക് യു. ശരി എന്നാ. ശരി.